യേശുക്രിസ്തുവിൻ്റെ സ്നേഹനാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ദി ഹീലിംഗ് വേർഡ് ഓഫ് ഗോഡ്, സൗഖ്യം തരുന്ന വചനം. സദൃശവാക്യം 4:20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. പ്രൊവേർബ്സ് ചാപ്റ്റർ 4 വേഴ്സ് 20-22. മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായിക്കുക. അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവും ആകുന്നു. തിരുവചനത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അടുത്ത ഔഷധമാണ് ദൈവവചനം എന്നീ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഈ മരുന്ന് ഹൃദയത്തിൻ്റെ നടുവിൽ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ മരുന്നിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ. അത് ജീവനും സർവ്വദേഹത്തിനും സൗഖ്യവും നൽകുന്നതാണ്. വേദപുസ്തകം ഞാൻ പല ആവർത്തി വായിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല. ഓരോ വാക്യത്തിലൂടെയും പരിശുദ്ധാത്മാവ് എന്നോട് എന്താണ് സംസാരിച്ചത് എന്ന് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് വചനധ്യാനം. വചനധ്യാനത്തിൽ അടങ്ങിയിരിക്കുന്ന മറ്റ് ചില ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്ന്, വചനം നിരന്തരം ധ്യാനിക്കുന്നവൻ്റെ ആവശ്യത്തെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടി മുന്നമേ കരുതും. ഉഗാണ്ടയിലെ ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്തു വന്ന മിഷണറിയാണ് എഡ്മറെ. അവിടെയുള്ള ആളുകൾ ഇസ്ലാം മതത്തിലെ വിശ്വാസികളായിരുന്നു. അവർ മാനസാന്തരപ്പെട്ടു വന്നവരായി മാറി. പക്ഷെ അവർ ലിംഗോല വിശ്വാസികളാണ്. ആ ഭാഷയിലുള്ള വേദപുസ്തകം അവിടെ ലഭ്യമല്ല. എന്നിരുന്നിട്ടും മിഷണറിയുടെ വാക്കുകൾ അവർ ശ്രദ്ധയോടെ പഠിച്ചു. നിരന്തര വചനധ്യാനം നടത്തുന്ന ഈ മിഷണറി ഈ ജനത്തിൻ്റെ സമ്പൂർണ്ണ ആരോഗ്യത്തിനായി ദൈവത്തോട് യാചിച്ചു. ദൈവിക നിർദ്ദേശപ്രകാരം മിഷണറി ബൈബിൾ സൊസൈറ്റിയുടെ ഓഫീസ് സന്ദർശിച്ചു. അവിടുത്തെ സെക്രട്ടറിയോട് ലിംഗോല ഭാഷയിലുള്ള ബൈബിൾ അവിടെ ഉണ്ടോ എന്ന് തിരക്കി. തൻ്റെ വേലയിൽ വിശ്വസ്തനല്ലാത്ത സെക്രട്ടറി പെട്ടെന്ന് മറുപടി പറഞ്ഞു, ഇവിടെ അങ്ങനെ ബൈബിളൊന്നുമില്ല. പക്ഷേ ദൈവിക നിർദ്ദേശം ഈ മിഷണറിയുടെ ഉള്ളിൽ വീണ്ടും പ്രവർത്തിച്ചു. നീ പോയി ഡയറക്ടറെ കാണുക. അത്ഭുത പരതന്ത്രനായ ഡയറക്ടർ വേഗം എഴുന്നേറ്റിട്ട് പറഞ്ഞു, ദൈവം എത്ര വലിയവൻ. എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 2 വർഷം മുമ്പ് ആർക്കോ പറ്റിയ പിഴവ് മൂലം ലിംഗോല ഭാഷയിലുള്ള അനേക ബൈബിൾ അവിടെ എത്തിയിരുന്നു. അതിനാവശ്യക്കാർ വന്നതിൻ്റെ സന്തോഷമാണ്. താങ്കൾക്ക് ഞങ്ങൾ 20% ഡിസ്കൗണ്ടിൽ അത് തരാം എന്ന് പറഞ്ഞ ശേഷം അത്രയും ബൈബിളുകൾ എയർപോർട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഓർക്കുക, നാം മറന്നാലും മറക്കാത്ത ദൈവം 2 വർഷം മുമ്പേ തന്നെ തൻ്റെ ജനത്തിന് വേണ്ടി ആ വേദപുസ്തകം അവിടെ കരുതിയിരുന്നു. യോശുവയുടെ ജീവിതത്തിലും അവനെ ഓരോ ഘട്ടത്തിലും പൂർണ്ണ ആരോഗ്യത്തോടെ നടത്തിയത് ദൈവവചനമാണ്. യോശുവ 1:8 നാം വായിച്ചാൽ കാണാം, ദൈവത്തിൻ്റെ അത്ഭുതകരം. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ട, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ വാഗ്ദത്തം യോശുവ ഏറ്റെടുത്തു. യോശുവ വിശ്വസിച്ചു, നിരന്തരം അത് ധ്യാനിച്ചു. നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സാമ്പത്തികം, ആരോഗ്യം, പല പ്രശ്നങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും. പ്രതികൂലങ്ങൾ വഴിയെ തടസ്സപ്പെടുത്തുമ്പോൾ യോശുവയോട് സംസാരിച്ച ദൈവശബ്ദം ഒന്ന് ഓർത്തേ. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോട് കൂടെ ഉള്ളതിനാൽ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. നമ്മെ പൂർണ്ണ ആരോഗ്യത്തിൽ നിലനിർത്തുവാൻ ദൈവത്തിന് കഴിയും. പ്രശ്നങ്ങൾ സാമ്പത്തികമായിക്കോട്ടെ, ആരോഗ്യ പ്രശ്നങ്ങളായിക്കോട്ടെ, അതിനെ തരണം ചെയ്യുവാനുള്ള കഴിവ് ദൈവം തരും. ദൈവം കൂടെയുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വാക്ക് വിശ്വസിച്ച്
ഇറങ്ങി പുറപ്പെടുമ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകുന്ന വിധത്തിൽ പ്രശ്നങ്ങൾ വരും. അവ ചിറ പോലെ നിൽക്കും. പക്ഷേ അവയുടെ ഒഴുക്ക് നിലനിർത്തുവാനും ഉണങ്ങിയ നിലത്തൂടെ നിന്നെ അപ്പുറത്ത് കടത്തുവാനും ദൈവം മതിയായവനാ. അതിൻ്റെ തെളിവാണ് യോശുവയും കൂട്ടരും അപ്പുറം കടന്നത്. നിരന്തരം വചനം ധ്യാനിക്കുന്നവൻ്റെ മുൻപിൽ ദൈവം പുതിയ വഴി തുറക്കുന്നു. എരിഹോ ആയിരുന്നു യോശുവയുടെ ജീവിതത്തിലെ മറ്റൊരു തടസ്സം. എരിഹോ നിവാസികളുടെ അഹങ്കാരമായിരുന്നു എരിഹോ എന്ന ഉരുക്കുമതിൽ. എന്നാൽ രാപ്പകൽ ധ്യാനിക്കുന്നവൻ്റെ സ്തുതിക്ക് മുമ്പിൽ എരിഹോ തകർന്നു. പുരാതന ഗ്രീസിൽ ഒരു പ്രത്യേകതരം വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. അവസാന വർഷ പരീക്ഷയുടെ ഭാഗമായി ചട്ടികൾ കനൽക്കട്ട നിറച്ച് ചൂടുപിടിപ്പിക്കും. ലേശം പോലും ചലിക്കാതെ അത് പിടിച്ചുകൊണ്ട് നിൽക്കണം. കുട്ടികൾ പലരും ഭയന്ന് ഒളിച്ചോടും. അചഞ്ചലരായി പ്രശ്നത്തെ അതിജീവിപ്പാനുള്ള ട്രെയിനിങ് ആണ് അവർക്ക് നൽകുന്നത്. എന്നാൽ ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി ഈ പരീക്ഷയിൽ അചഞ്ചലനായി നിന്ന് വിജയം പ്രാപിച്ചു. ഇവിടെ സങ്കീർത്തനം 125:1 ഓർത്തേ. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ്. നിരന്തരം വചനം ധ്യാനിക്കുന്ന ജനം ആലങ്കാരികമായി പറഞ്ഞാൽ പർവ്വതങ്ങളാണ്. കുലുങ്ങുന്നതും കുലുങ്ങാത്തതുമായ പർവ്വതങ്ങളുണ്ട്. ചില പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീഴും. ഭക്തർ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതം പോലെ അപ്പോഴും നിൽക്കും. പൗലോസ് ശീലാസും കാരാഗൃഹത്തിൽ പാടി ആരാധിച്ചപ്പോൾ കാരാഗൃഹ പ്രമാണി എന്ന മഹാമേരു പർവ്വതം കുലുങ്ങി തകർച്ച സംഭവിച്ചു. അപ്പോൾ അയാൾ കണ്ടത് തല ഉയർത്തി നിൽക്കുന്ന വചനധ്യാനികളായ 2 പർവ്വതങ്ങളെയാണ്. അയാൾ ഓടി അവരുടെ അടുക്കൽ ചെന്നു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? നല്ല അടിസ്ഥാനമുള്ള പർവ്വതമാകുക. പ്രമാണി അതാണ് കണ്ടത്. അവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് കീഴ്പ്പെട്ട് ജീവിച്ചു. അവരാശ്രയിക്കുന്ന ദൈവത്തെ അയാളും സ്വീകരിച്ചു. വചനം ധ്യാനിച്ചു എന്ന് പറഞ്ഞ് പൊന്നും കുരിശോ നേർച്ച കാഴ്ചകളോ മെഴുകുതിരികളോ ഇതെന്തോ എടുത്തുകൊണ്ട് പോയാലും നിന്റെ മുമ്പിലുള്ള എരിഹോ താഴുകയില്ല. അത് തല ഉയർത്തി തന്നെ നിൽക്കും. പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം വേണമെങ്കിൽ നീ എന്തു ചെയ്യണം? തകർക്കേണ്ട പർവ്വതങ്ങൾ വചനധ്യാനത്താലും ആരാധനയാലും സ്തോത്രവും സ്തുതിയും ഉയർത്തി തകർക്കുക. ദൈവം നിന്നെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്കാരോഗ്യം വരുത്തും എന്നരുളി ചെയ്ത സർവശക്തനായ ദൈവമേ, പല തരത്തിലുള്ള മുറിവുകൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് അങ്ങയുടെ വരവ് ഏറ്റവും അടുത്ത സമയത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും മുറിവുകൾ ഉണ്ടാക്കുന്നവർ മാത്രമേ ഉള്ളൂ. ആശ്വസിപ്പിക്കുന്ന കരം വളരെ ചുരുക്കമേ ഉള്ളൂ. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അനേകരെ ആശ്വസിപ്പിക്കുന്നവരാക്കി ഞങ്ങളെ തീർക്കണമേ. മുറിവുകൾ ഉണ്ടാക്കുന്നവരോട് പക പോക്കാനല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ. എല്ലാ മനുഷ്യർക്ക് വേണ്ടി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാവർക്കും കൃപ കൊടുക്കണമേ. പലരും ജീവിതം അവസാനിപ്പിക്കുന്നത് വലിയ പർവ്വതമാകുന്ന പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ടാണ്. എന്നാൽ എരിഹോ തകർക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നും യോർദാനെ 2 വിഭാഗിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്നും വിശ്വസിച്ച യോശുവയും കൂട്ടരെയും പോലെ എല്ലാവരും യേശുവിൽ വിശ്വസിക്കുവാനും അവൻ്റെ വാക്കനുസരിക്കാനും കൃപ കൊടുക്കണമേ. അങ്ങയുടെ വരവ് ഏറ്റവും അടുത്ത സമയത്ത് ജീവൻ നഷ്ടപ്പെടുത്തുന്നവരായിട്ടല്ല, തമ്പുരാനു വേണ്ടി ജീവിക്കുന്നവരാക്കി ഓരോരുത്തരെയും തീർക്കണമേ. എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആ ഔഷധത്തെക്കുറിച്ച് ഒരിക്കൽ കൂടെ ചിന്തിപ്പാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. മലയാളം ബൈബിൾ സ്റ്റഡി.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു.